ശബരിമല സ്വർണ്ണമോഷണ കേസിൽ തിരുവാഭരണം മുൻ കമ്മീഷണർ KS ബൈജുവിനെ കസ്റ്റഡിയിൽ വിട്ടു. ഇന്ന് വൈകുന്നേരം 4 മണിവരെയാണ് SIT കസ്റ്റഡിയിൽ വിട്ടത്. വിവരങ്ങളുമായി രാജ്കുമാർ ചേരുകയാണ്. രാജ്കുമാർ, ഇന്നിപ്പോൾ വൈകുന്നേരം 4 മണിവരെയായിരിക്കും കസ്റ്റഡി. അതിനിടയിൽ കൂടുതൽ കാര്യങ്ങൾ ഇദ്ദേഹത്തിൽ നിന്നും അന്വേഷണ സംഘത്തിന് അറിയേണ്ടതായിട്ടുമുണ്ട്. ഏതൊക്കെ തരത്തിലായിരിക്കും ചോദ്യങ്ങൾ പോവുക? കൂടുതൽ വിശദാംശങ്ങൾ. വിജിലൻസ് കോടതി ഇക്കാര്യത്തിൽ സ്വീകരിച്ച ഒരു ശക്തമായ നിലപാട് ആദ്യം തന്നെ ജാമ്യാപേക്ഷ റദ്ദ് ചെയ്തു. അതായത് ജാമ്യാപേക്ഷ തള്ളിക്കളഞ്ഞു. KS ബൈജു നൽകിയ ജാമ്യാപേക്ഷ തള്ളി. അതേസമയം തന്നെ SIT നൽകിയ ജാമ്യാപേക്ഷ പരിഗണിച്ചുകൊണ്ട്, ജാമ്യാപേക്ഷയല്ല, കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചുകൊണ്ട് SITയുടെ കസ്റ്റഡിയിലേക്ക് ഇന്ന് 4 മണി വരെ വിട്ടിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഒരു ദിവസത്തേക്ക് ഈ കൊല്ലത്ത് വെച്ചായിരിക്കും ഇയാളെ ബൈജുവിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുക. അതിനെ തുടർന്നായിരിക്കും 4 മണിക്ക് ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നതും. വീണ്ടും ഇത് ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് ബൈജുവിനെ വിടാനാണ് സാധ്യത. ശരി. ശബരിമല സ്വർണ്ണമോഷണ കേസിൽ ഇപ്പോൾ തിരുവാഭരണം മുൻ കമ്മീഷണർ KS ബൈജുവിന്റെ ജാമ്യാപേക്ഷ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അതുമാത്രമല്ല, ബൈജുവിനെ SIT കസ്റ്റഡിയിൽ വിട്ടു. ഇന്ന് വൈകുന്നേരം 4 മണിവരെയാണ് കസ്റ്റഡി കാലാവധി നീട്ടുവാനുള്ള സാധ്യതയുമുണ്ട്. രാജ്കുമാറാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.